എല്ലാവർക്കും ക്ലബ് മലയാളത്തിന്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മീൻ കൊണ്ടൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മലബാർ സ്റ്റൈൽ മീൻ മുളകിട്ടത് അതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 3/4 കിലോളം മീൻ ഞങ്ങളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വെട്ടി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും അതിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതിന് വേണ്ടത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒന്ന് വേഗം വഴന്നു കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി തന്നെ വേണം, അല്ലെങ്കിൽ അത് ടേസ്റ്റ് കുറയും. സവാള ഇടാൻ പാടില്ല. ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് നീളത്തിൽ എരിഞ്ഞത് ഇടാം. ഇനി 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലി അധികം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, തക്കാളി വേവാനായിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി മൂടി വയ്ക്കാം. കുറച്ച് നേരം തക്കാളി നല്ലോണം വേവണ വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളി ഇപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കടുത്ത് ഇളക്കി നോക്കിയോളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ഒന്ന് നോക്കി ഇപ്പോൾ തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുടപ്പുളിയല്ല ഞാൻ ചേർത്താക്കണത്, വാളംപുളിയാണ് കേട്ടോ. വാളംപുളി പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് പുളി കുറവ് വേണ്ടവർക്ക് കുറച്ച് പുളി എടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു ചെറുനാരങ്ങയുടെ അത്രയ്ക്കും വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചാറ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ ഇതിൽ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അതെ, ഈ ചാറൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മീനുകൾ എടുത്ത് വയ്ക്കാം. ചാറ് തിളച്ചതിന് ശേഷം മാത്രം മീൻ ഇടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് മീൻ പൊടിഞ്ഞു പോകും. മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം ചാറ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 8 മിനിറ്റോളായിട്ടുണ്ട്. നമുക്കിത് ഇനി തുറന്ന് നോക്കാം. കറിയൊക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. മീനൊക്കെ വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ചാറൊക്കെ കേട്ടോ ഇതുപോലെ ഇരിക്കും. തക്കാളി ചേർത്താക്കണ കാരണം കൊണ്ട് നല്ല ഗ്രേവിയൊക്കെ നല്ല കട്ടിയുണ്ടാകും. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വേപ്പില വിതറി കൊടുത്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം.
നമ്മുടെ സ്പെഷ്യൽ മലബാറി മീൻ കറി ശരിയായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.